ഈ പാലം വന്നതോടുകൂടിയാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. അത് ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് ഒരു കണക്ഷൻ ഉണ്ടായത്. അതുവരെ ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല, ഒരു താൽക്കാലിക പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മഴക്കാലത്ത് എപ്പോഴും ഒലിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വയനാട് ഏറ്റവും അവസാനത്തെ പട്ടണമായിട്ടുള്ള നമ്മുടെ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കാട്ടിക്കുളം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. കുടക് ജില്ലയിലേക്ക്, കർണാടകയിലേക്ക് പോകുന്ന മിക്ക ആളുകളും യാത്ര ചെയ്തിട്ടുള്ള ഒരു ഭാഗം. അതുപോലെ തന്നെ തിരുനെല്ലി ക്ഷേത്രമൊക്കെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ടും കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ തൊട്ടടുത്ത് തോൽപ്പെട്ടി വന്യമൃഗ സങ്കേതമുണ്ട്. അവിടെ ഫോറസ്റ്റ് സഫാരി മറ്റൊക്കെ ഉണ്ട്. അതല്ലാതെ പിന്നെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്ത് കുറുവാദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിലേക്കൊക്കെ നിരവധി പേര് യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഈ ഇടയ്ക്ക് ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് നെട്ര ഗ്രാമം. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് വന്നതിന് ശേഷം ആ സ്ഥലം ഒരുപാട് ഫേമസ് ആണ്. ഞാനിപ്പോൾ ഇവിടുന്ന് നെട്രയിലേക്കാണ് പോകാൻ പോകുന്നത്. നെട്ര ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുനെല്ലി പോകുന്ന ആ ഫോറസ്റ്റ് റൂട്ടിലും പോകാം. അതുപോലെ തന്നെ ഫോറസ്റ്റ് റൂട്ട് അല്ലാതെ കുറേ ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നിട്ട് നമുക്ക് കാട്ടിക്കുളത്ത് നിന്ന് ഗ്രാമപ്രദേശങ്ങളിലൂടെ ഫോറസ്റ്റ് ഇല്ലാത്തൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെയും പോകാൻ പറ്റും. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്ത് തോർന്നപ്പോൾ ടൗണൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ആ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്ഭാഗത്തുള്ള ആ ഒരു പ്രദേശം അതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ടാവുന്നൊക്കെ പറയാൻ കേട്ടു. അപ്പോൾ ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. സമയം ഏകദേശം 3:30 ആയി. ഇനിയിപ്പോൾ ഞാനപ്പോൾ ഫോറസ്റ്റ് വഴി പോകുന്നില്ല, അല്ലാത്ത റൂട്ടിലാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കേരളം പൂർണ്ണമായിട്ടും അവസാനിക്കും. കാരണം തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കുടക് ജില്ലയാണ്, കർണാടക. അതൊരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട് തോൽപ്പെട്ടിയിലേക്ക് എത്താൻ. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് തോൽപ്പെട്ടി വന്യമൃഗ സങ്കേതം. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പട്ടണമാണ് ഈ കാട്ടിക്കുളം എന്ന് പറയുന്നത്. അതായത് മാനന്തവാടി ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടകിലേക്ക് പോകുന്ന വഴിക്കുള്ള അവസാനത്തെ ചെറിയൊരു പട്ടണമാണ് ഈ കാട്ടിക്കുളം. കർണാടക നിന്ന്, അതായത് കുടകിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടൗണാണിത്. ഇവിടെ എല്ലാ ടൈപ്പ് കടകളും മറ്റുമൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം പോപ്പുലേഷനുള്ള ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡൊക്കെ തന്നെയാണ് ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല എല്ലാതരം കച്ചവടങ്ങളും നല്ല ഓട്ടോറിക്ഷ സർവീസും ഒരുപാട് ജനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കാട്ടിക്കുളം എന്ന് പറയുന്ന ഈ ടൗണ്. കാട്ടിക്കുളം ടൗണിൽ നിന്ന് ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട്. ഇതൊരു 14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നെട്ടറയിലേക്ക് എത്താൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം. നെട്ര ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന റൂട്ട് തന്നെ അടിപൊളിയാണ്. ഒരുപാട് വീടുകളുണ്ട്. അതായത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന, കർഷകരും കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്ന ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. പക്ഷെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. പോകുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. യെസ്, ഞാനിപ്പോൾ നെട്ര ഗ്രാമത്തിലേക്ക് എത്തി. കാട്ടിക്കുളത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വരുന്ന വഴിക്ക് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഒരു ട്രൈബൽ ഏരിയ പോലത്തെ സ്ഥലങ്ങളാണ്. പക്ഷെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. വരുന്ന വഴിക്ക് ഒരുപാട് കൃഷിപ്പാടങ്ങളും മറ്റൊക്കെയാണ്. ഞാൻ അവിടെയും ഷൂട്ട് ചെയ്യാതെ നേരെ വരികയാണ് ചെയ്തത്. പക്ഷേ ഈ നെട്ര എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ മറ്റൊരു പാലം, അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട്
വണ്ടിയൊക്കെ നിർത്തി അവരെ പുഴയിലേക്ക് ഇറങ്ങി കുളിക്കും മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം വളരെ ഒരു എന്താ പറയുക നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ്. അതായത് കാട്ടിക്കുളത്ത് നിന്ന് ഇതുവഴി ഈ ഗ്രാമങ്ങൾ വഴി ഇങ്ങോട്ട് വരുന്നത്. പോരാത്തിന് നമ്മുടെ തിരുനെല്ലി ക്ഷേത്രം വഴി ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷെ അതാകുമ്പോൾ കൂടുതൽ ദൂരം കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, അങ്ങനത്തെ ഒരു റൂട്ടിലാണ് ഞാനിപ്പോൾ വന്നത്. എല്ലാവരും നെട്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ വരുന്ന വഴി അടിപൊളിയാണ്. അതായത് റൂട്ട് നല്ല ഭംഗിയുള്ളതാണ്. കാരണം വലിയ വീടുകളും മറ്റൊന്നും ഇല്ലാത്ത എല്ലാം ഒരേപോലത്തെ ഓടിട്ട കുഞ്ഞു കുഞ്ഞു വീടുകളുള്ള വരുന്നത്. പിന്നെ നല്ല വളവും കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. പക്ഷെ നല്ല റോഡായിരുന്നു കാട്ടിക്കുളത്ത് ഇങ്ങോട്ട് വരുന്ന വഴി. തിരുനെല്ലി വഴി വരികയാണെങ്കിൽ ഫോറസ്റ്റ് വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് വരാൻ പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ കാളിന്തി നദി ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. അപ്പുറത്തേക്ക് കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ്. അപ്പോൾ അവിടെ നിന്ന് കാളിന്തി നദി ഇവിടെ ഒഴുകുന്നു. ഇവിടെ ഒരു പാലം ഈ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുള്ള ഈ പാലം ഇവിടെ നിർമ്മിച്ചിട്ട്. ഈ പാലം വന്നതോടുകൂടിയാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. അതായത് ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് ഒരു കണക്ഷൻ ഉണ്ടായത്. അതുവരെ ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല. ഒരു താൽക്കാലിക പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മഴക്കാലത്ത് എപ്പോഴും ഒലിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. കാരണം ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള വെള്ളം വരും. അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല വലിയ കാട്ടുമരങ്ങളൊക്കെ ഒഴുകി വരുന്നതാണ്. അപ്പോൾ പാലമൊക്കെ അടിച്ച് കെട്ടിയാണ്ട് പോകും. അങ്ങനെ ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പാലം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു കണക്ഷനായി നല്ലൊരു അടിപൊളി പാലം വന്നു. അതോടുകൂടിയാണ് ഈ നെട്ര പാലം വന്നതോടുകൂടി ഈ ഭാഗത്തേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു കണക്ഷൻ ഉണ്ടായത്. അതിനു മുമ്പൊക്കെ ആൾക്കാർ താൽക്കാലിക പാലമൊക്കെ ഉപയോഗിച്ചിട്ട് പോകുമായിരുന്നു. മഴക്കാലത്ത് ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അതുപോലെ വെള്ളം വന്ന് പാലം ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷനില്ല. പക്ഷേ ഇത് വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ അടിപൊളിയാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിസിറ്റേഴ്സായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് പാടമുണ്ട്. പാടത്തിലേക്കൊക്കെ ഇറങ്ങി പോകുന്നു കുറേ പേര്. പിന്നെ ഇവിടെ ഈ പുഴ ഉണ്ട്. ഈ പുഴയിലേക്കൊക്കെ ഇറങ്ങി അപ്പുറത്തേക്കൊക്കെ നടന്നു പോകുന്നുണ്ട് കുറേ പേര്. അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബ്രഹ്മഗിരി മലനിരകളിൽ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് അതിരാവിലെയും വൈകുന്നേരമൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരു എന്താ പറയുക, ഒരു വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ച് ഇവിടെ ചെറുകിട കച്ചവടങ്ങളും മറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര ഭയങ്കര വൻ സെറ്റപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയാനൊന്നുമില്ല. ഒരു ആവറേജ് സ്ഥലമാണ്. പക്ഷേ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വേറെ മലിനീകരണങ്ങളോ മറ്റൊന്നുമില്ല. ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം, പാടം മറ്റൊക്കെ ആയിട്ട്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് ആ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അവിടെ മോൾ ഭാഗത്തായിട്ടുണ്ട്. കാണുന്നത് ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടമാണ്. അതിൻ്റെ അപ്പുറത്താണ് ക്ഷേത്രം ഉള്ളത്. അതുവഴി അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പുറത്തൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പോപ്പുലേഷൻ വളരെ കുറവാണ്. ഏകദേശം ഒരു 10-40 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളത്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് അവരുള്ളത്. വീടുകളൊക്കെ ഒരുപാട് വിട്ടുവിട്ടൊക്കെ ഉള്ളത്. അവർ ഇവിടെ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇപ്പോഴാണ് ഇവിടെ വിസിറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രൊലോഗായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ടാവുന്നതും. ഇവിടെ മൊബൈലിനൊന്നും ടവറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ എയർടെലിനൊന്നും ടവറൊന്നും കിട്ടുന്നില്ല. 1-2 കടകളൊക്കെ ഉണ്ട്. കടകളിലൊന്നും ഗൂഗിൾ പേ വർക്കാവുന്നില്ല. മറ്റേ നെറ്റ്വർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും സ്ഥലം അടിപൊളിയാണ്. ഒരു പീസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ വൈകുന്നേരം സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നുണ്ടല്ലേ. കൃഷിക്കാരാണ് ഇവരൊക്കെയാണ് ഇവിടുത്തെ ഈ നാട്ടുകാർ. ഓക്കെ. പിന്നെ കുറച്ച് വീടുകളുണ്ട്. വീടുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ സഞ്ചാരികൾ വഴി വരാൻ തുടങ്ങിയപ്പോൾ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ കാട്ടുതേൻ വിൽക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നെട്ടറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിട്ട് പോവുകയൊക്കെ ചെയ്യുക. പക്ഷേ ദയവ് ചെയ്ത് ഇപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് നല്ല നീറ്റായിട്ടാണ് ഉള്ളത്. നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ദയവ് ചെയ്ത് ഇവിടെ കൂടുന്ന വേസ്റ്റുകൾ ഇടരുത്. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ നമുക്കത് അങ്ങനെ അതായത് ഫ്യൂച്ചറിൽ ഇത് ഇനി ഒരു മാലിന്യ കൂമ്പാരമായി മാറുമോ എന്നുള്ളതൊരു പേടിയുണ്ട്. കാരണം അത്ര നല്ലൊരു സ്ഥലമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. ഞാൻ ഇനി ഇവിടുന്ന് പോവാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.